പാച്ചി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബനാന കട്ട്ലറ്റ് ആണ്. അതിനാവശ്യമായ സാധനങ്ങൾ എന്തെന്നും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നോക്കാം. ബനാന കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ എന്തെന്നും നോക്കാം. 2 ഏത്തപ്പഴം പുഴുങ്ങി ഉടച്ചത്, കുറച്ച് തേങ്ങ ചിരികിയത്, കുറച്ച് അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും ചതച്ചത്, 3-4 ഏലക്ക ചതച്ചെടുത്തത്, മധുരത്തിന് ആവശ്യമായ പഞ്ചസാര, കുറച്ച് ഉണക്കമുന്തിരി. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ നെയ്യൊഴിച്ച് അതിലേക്ക് നട്ട്സുകളിട്ട് ശേഷം ഉണക്കമുന്തിരിയും ഇട്ട് ഇളക്കി മൂപ്പിക്കുക. തുടർന്ന് തേങ്ങ ചിരുകിയതും മധുരത്തിനാവശ്യമായ പഞ്ചസാരയും ഏലക്ക പൊടിയും ഇട്ട് ഇളക്കി യോജിപ്പിക്കുക. പഞ്ചസാര മധുരമെല്ലാം തേങ്ങയിലേക്ക് പിടിക്കുന്നത് വരെ ഇളക്കി യോജിപ്പിക്കുക. ഇനി പുഴുങ്ങി ഉടച്ചു വെച്ച ഏത്തപ്പഴത്തിലേക്ക് ഈ മിക്സ് ആഡ് ചെയ്ത് കൈകൊണ്ട് ഞെവിടി കുഴച്ച് എടുക്കാം. ഇങ്ങനെ കുഴച്ചെടുത്ത മിക്സ് നമുക്ക് ചെറിയ ബാളുകളാക്കി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് പരത്തിയെടുക്കാം. ഞാനിവിടെ എല്ലാ ബാളുകളും ഇതുപോലെ റൗണ്ട് ഷേപ്പിലാണ് പരത്തിയെടുത്തത്. ഇത് ഒരു മുട്ടയിലേക്ക് കുറച്ച് പാലും 1 നുള്ളു ഉപ്പും അടിച്ചു വെച്ചത്. ഇത് ബ്രെഡ് ക്രംസ്, അതായത് ബ്രെഡ് പൊടി. ഇനി ഇത് ഓരോന്നും ഈ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് പൊരിച്ചെടുക്കാം. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഈ കട്ട്ലറ്റ് ഇട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബനാന കട്ട്ലറ്റ് റെഡി. കട്ടൻ ചായയുടെ കൂടെ കഴിക്കാം. എൻ്റെ ഈ ബനാന കട്ട്ലറ്റ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.